നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അതിഥികൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എന്ന്. ആദ്യത്തെ വിശേഷ അതിഥിയെ സ്വീകരിക്കാനുള്ളൊരു സമയമായിരിക്കുന്നു. തിരുവനന്തപുരം കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മേധാവി ശ്രീമതി നിത ഗോപാലാണ് നമ്മളോടൊപ്പം ചേരുന്നത്. സ്വാഗതം. നമസ്തേ. നമ്മൾ ഏറ്റവും അധികം പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയം ഈ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടാണല്ലോ. അതാണ് എല്ലാവരും ചോദിക്കുന്നത്. ഈ വയനാട് മറന്നുപോയോ എന്ന് ചോദിക്കുമ്പോൾ ആ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ഈ സ്പേസ് ദിനം അല്ലെങ്കിൽ ബഹിരാകാശ ദിനത്തിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടി നമുക്ക് ചിന്തിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ആ ഒരു സംശയം തന്നെ ദൂരീകരിക്കേണ്ടതുണ്ട്. കാലാവസ്ഥാ നിരീക്ഷണത്തിൽ എങ്ങനെയാണ് നമുക്ക് ഈ ഉപഗ്രഹങ്ങളുടെ പ്രയോജനം ഉണ്ടാകുന്നത്? അതൊന്ന് വിശദീകരിക്കാം. 1957 അന്നത്തെ USSR വിക്ഷേപിച്ച സ്പുട്നിക് 1 ആണ് നമ്മുടെ ഏറ്റവും ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം 1960 അമേരിക്ക ടൈറോസ് 1 എന്ന് പറയുന്ന ഒരു ഉപഗ്രഹം വിട്ടു. അതിൽ കുറച്ച് മീറ്ററോളജി കമ്പണൻറ്റും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു അന്നത്തെ ആ ഉപഗ്രഹം ഉണ്ടായത്. അതിനുശേഷം ഇന്ത്യയിൽ ഈ നോവ അല്ലെങ്കിൽ നാസയുടെ ഉപഗ്രഹ ചിത്രങ്ങൾ നമുക്ക് 1970കളുടെ തുടക്കം മുതൽ നമുക്ക് കിട്ടുമായിരുന്നു. അതൊരു പ്രത്യേക തരം ഒരു ഫോട്ടോഗ്രാഫി ഷീറ്റിൽ നമുക്ക് ആ ഒരു ഇമേജ് 3 മണിക്കൂറിലൊരിക്കൽ വെച്ച് നമുക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഒരു എന്താ പറയുക ഈ കാലാവസ്ഥ ശാസ്ത്രത്തിന് ഉപഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ ആദ്യത്തെ പടി എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് തന്നെ ഏറ്റവും ആദ്യഘട്ടത്തിൽ തന്നെ ഈ ടൈറോസ് ആ ഉപഗ്രഹത്തിൽ തന്നെ കാലാവസ്ഥയെ നിരീക്ഷിക്കുന്നതിനുള്ള ഒരു സംവിധാനം ഉൾപ്പെടുത്തിയിരുന്നു എന്നുള്ളതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം കാലാവസ്ഥാ നിരീക്ഷണത്തിൽ അല്ലെങ്കിൽ പ്രവചനങ്ങളിൽ സാറ്റലൈറ്റിൻ്റെ ഉപയോഗം എത്രമാത്രം വലുതാണെന്ന്. അപ്പോൾ അതിനുശേഷം 1982 നമ്മുടെ ISRO ഇൻസൈറ്റ് സീരീസ് ഓഫ് ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ തുടങ്ങിയത്. അത് മൾട്ടിപർപ്പസ് സാറ്റലൈറ്റ്സ് ആയിരുന്നു ആദ്യം. അതിനുശേഷമാണ് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹങ്ങൾ അയക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഉപഗ്രഹങ്ങളുടെ വരവിന് ശേഷം ലോകത്തിൽ ഒരു കാലാവസ്ഥ വെതർ സിസ്റ്റവും പ്രത്യേകിച്ച് കടലിൽ നമുക്ക് ഒബ്സർവേഷൻസ് വളരെ ലിമിറ്റഡാണ്. നമുക്ക് കപ്പലുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ തീരപ്രദേശത്തുള്ള ഒബ്സർവേഷനുകളൊക്കെ മാത്രമേ ഉള്ളൂ. ചുഴലിക്കാറ്റ് പോലെയുള്ള ശക്തമായ വെതർ സിസ്റ്റംസും മോണിറ്റർ ചെയ്യാനോ പഠിക്കാനോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒബ്സർവേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ ആ ഒരു സ്റ്റേജിലാണ് ഉപഗ്രഹ ചിത്രങ്ങൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതൊരു വലിയൊരു കുതിച്ചുചാട്ടം തന്നെയായിരുന്നു. അപ്പോൾ അതിനുശേഷം സാറ്റലൈറ്റ് ഇറ തുടങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ സാറ്റലൈറ്റിൻ്റെ കാലം തുടങ്ങിയതിന് ശേഷം ഒരു വെതർ സിസ്റ്റം പോലും അല്ലെങ്കിൽ ഒരു ചുഴലിക്കാറ്റ് പോലും മനുഷ്യൻ്റെ ശ്രദ്ധയോ അല്ലെങ്കിൽ മോണിറ്ററിങ്ങോ ഇല്ലാതെ ഇതുവരെ കടന്നു പോയിട്ടില്ല. തീർച്ചയായും. പക്ഷേ ഈ 2018 പ്രളയത്തിന് മുൻപായി നമ്മൾ ഇത്രയധികം ഈ കാലാവസ്ഥ മുന്നറിയിപ്പിനെ കുറിച്ച് ശ്രദ്ധിച്ചിരുന്നു എന്നതൊരു വലിയ ചോദ്യമാണ് അല്ലേ? അതിനുശേഷം അത് ഈ പ്രളയം വരുത്തി വെച്ച ഒരു പേടി, ഒരു ഭീതി, നമ്മുടെ യെല്ലോ റെഡ് അലേർട്ടുകളൊക്കെ ഒരുപക്ഷെ നമ്മൾ അതിനുശേഷം ശ്രദ്ധിച്ച വാക്ക്. ശരിക്കും റെഡ് അലേർട്ട് വരുമ്പോൾ മാത്രമാണ് അതൊരു വാർത്തയായിരുന്നു പോലും. പിന്നീടാണ് നമ്മൾ ഈ യെല്ലോ അലേർട്ട് മുതൽ എല്ലാം ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഈ കാലാവസ്ഥ മുന്നറിയിപ്പിന് ഇപ്പോൾ വലിയ പ്രാധാന്യമുണ്ട്. ഓരോ ദിവസത്തെയും മുന്നറിയിപ്പുകൾ നമ്മളിങ്ങനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുമുണ്ട്. ഈ ഉപഗ്രഹ ഡേറ്റകൾ ചേർത്ത് വെച്ച് ഈ കാലാവസ്ഥ മുന്നറിയിപ്പ് വിശകലനം ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഇപ്പോൾ നമ്മൾ വളരെ അഡ്വാൻസ് സ്റ്റേജിലുള്ള ഇപ്പോൾ പഴയ കാലത്ത് നമ്മൾ വിസിബിൾ ഇമേജ് അത് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന പോലെ അപ്പം നമ്മളുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ മുകളിൽ നിന്ന് എടുക്കുന്ന ഒരു ഫോട്ടോ പോലെയാണ് ആദ്യത്തെ ഉപഗ്രഹ ചിത്രങ്ങളുണ്ടായിരുന്നത്. അപ്പോൾ അത് മാറി അന്തരീക്ഷത്തിൻ്റെ വെർട്ടിക്കൽ പ്രൊഫൈലിംഗ്, അതായത് ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി പ്രൊഫൈലിംഗ്, പിന്നെ പല നിലകളിലുള്ള കാറ്റിൻ്റെ ദിശ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്കിപ്പോൾ സാറ്റലൈറ്റ് വഴി നിരീക്ഷിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഡാറ്റ സ്പേഴ്സ് ആയ അല്ലെങ്കിൽ ഡാറ്റ തീരെ കുറവുള്ള സമുദ്ര പ്രദേശങ്ങളിലും മറ്റൊക്കെ സമുദ്രത്തിൻ്റെ ഉപരിതലത്തിൻ്റെ ഉയരം, ഓളങ്ങളുടെ ഉയരം, ഇങ്ങനെ തുടങ്ങി പല ഘടകങ്ങളും, അതായത് ഡയറക്റ്റ് ആയിട്ടുള്ള മെഷർമെൻ്റ് ഉണ്ട്, പിന്നെ കുറച്ച് ഡിറൈവ്ഡ്, അതായത് ചില മെഷർമെൻറ്റ്സിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്യപ്പെടുന്ന കുറേ പാരാമീറ്റേഴ്സ് ഉണ്ട്. ഇതെല്ലാം ഭൂമിയുടെ എൻവയറൺമെൻറ്റിനെ മോണിറ്റർ ചെയ്യാനായിട്ടും കാലാവസ്ഥ പ്രവചനത്തിലേക്കുമായിട്ടുള്ള വളരെയധികം പാരാമീറ്റേഴ്സ് ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ കാണുന്ന ഒരു ഉപഗ്രഹ ചിത്രം മാത്രമല്ല ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചുള്ള കാലാവസ്ഥ നിരീക്ഷണം എന്ന് ഇന്നത്തെ നിലയിൽ പറയാനായിട്ട്.
നമുക്ക് അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ കാലാവസ്ഥാ പഠനത്തിന് ഉപഗ്രഹങ്ങളുടെ ഗുണം അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. ഏതൊക്കെ ഉപഗ്രഹങ്ങൾ നമുക്ക് നിലവിൽ ഇത്തരം വിവരങ്ങൾ, ഈ കാലാവസ്ഥാ പഠനത്തിനായി ഉപയോഗിക്കാൻ പറ്റുന്ന വിവരങ്ങൾ നൽകുന്നുണ്ട്? ഇപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കടലിൻ്റെ ഊഷ്മാവ്, അത് എത്രത്തോളം ആഴത്തിലേക്ക് ചൂട് പടരുന്നുണ്ട്, ഇങ്ങനെ തൊട്ട് പല കാര്യങ്ങളും നമ്മൾ ഫോർകാസ്റ്റിങ്ങിലേക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇന്ത്യയുടെ കാര്യത്തിൽ ഇന്നത്തെ നിലയിൽ എന്ന് പറഞ്ഞാൽ ഇൻസാറ്റ് 3Dയും 3D6ഉമാണ് ഇപ്പം നിലവിലുള്ള നമ്മൾ കാലാവസ്ഥാ നിരീക്ഷണത്തിന് വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ഉപഗ്രഹങ്ങൾ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഏകദേശം എല്ലാ 15 മിനിറ്റിലും ഈ ഇമേജുകൾ കിട്ടാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ വിസിബിൾ ഇമേജ് മാത്രമല്ല ഉള്ളത്, ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ രാത്രിയിലും പകലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഇൻഫ്രാറെഡ് ഇമേജുകളുണ്ട്. അത് ഇൻഫ്രാറെഡ് ഇമേജ് എന്ന് പറഞ്ഞാൽ ഈ ക്ലൗഡിൻ്റെ അല്ലെങ്കിൽ ഉപരിതലത്തിൻ്റെ മുകളിലത്തെ അത് എത്രമാത്രം ടെമ്പറേച്ചറിലാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ എത്ര റേഡിയേഷൻ ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ടാണ്. അതുകൊണ്ട് എല്ലാ കാലാവസ്ഥയിലും രാത്രിയിലും പകലും ഉപയോഗിക്കാൻ പറ്റുന്ന ഇൻഫ്രാറെഡ് ഇമേജുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആദ്യം സൂചിപ്പിച്ച പോലെയുള്ള ഡിറൈവ്ഡ് പാരാമീറ്റേഴ്സ് ഇതെല്ലാം നമ്മുടെ ഈ കാലാവസ്ഥാ ഉപകരണങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല, നമുക്ക് ഈ കാലാവസ്ഥാ പ്രവചനമാണെങ്കിലും ചില ഡാറ്റ കളക്ഷൻ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഈ മെസ്സേജുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും, അതായത് നമ്മുടെ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻസ് പറഞ്ഞാൽ എല്ലാവർക്കും വളരെ സുപരിചിതമായിരിക്കും. ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനിലെ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ്റെ മാർഗം എന്ന് പറയുന്നത് സാറ്റലൈറ്റ് വഴിയാണ്. അപ്പോൾ ഇങ്ങനെ പല നിലകളിലാണ് സാറ്റലൈറ്റ്സ് നമ്മളെ കാലാവസ്ഥാ പ്രവചനത്തിലേക്ക് സഹായിക്കുന്നത്. ഇന്നൊരു പ്രവൃത്തി ദിവസമാണ്, ഔദ്യോഗിക തിരക്കുകളിലേക്ക് പോകേണ്ടതുകൊണ്ട് അതുകൊണ്ട് വേഗത്തിൽ അവസാനത്തെ ഒരു ചോദ്യത്തിലേക്ക് കൂടി കടക്കുകയാണ്. കാരണം ദീർഘകാല കാലാവസ്ഥ നിരീക്ഷണം, അതിനാണല്ലോ ഇനി നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. ഈ ഉപഗ്രഹം നൽകുന്ന ഡേറ്റ ഇതിനായി പ്രയോജനപ്പെടുന്നത് എങ്ങനെയായിരിക്കും? ഈ സാറ്റലൈറ്റിൽ നിന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ പല രീതിയിലുള്ള ഡയറക്റ്റ് മെഷർമെൻറ്റ്സും ഇൻഡയറക്റ്റ് മെഷർമെൻറ്റ്സും എല്ലാം നമ്മൾ ന്യൂമറിക്കൽ വെതർ പ്രെഡിക്ഷൻസ് മോഡൽസിലേക്ക് ഉപയോഗിക്കാം, അല്ലാതെ നേരിട്ട് നമ്മുടെ മാനുവൽ അനാലിസിസിലേക്ക് ഉപയോഗിക്കാം. ഒരു വഴി എന്താ പറഞ്ഞാൽ, സാറ്റലൈറ്റ് ചിത്രങ്ങൾ വെച്ചിട്ട് ഇപ്പോൾ സൈക്ലോണിൻ്റെ ഇൻറ്റൻസിറ്റി പോലും നമുക്ക് പ്രത്യേകിച്ചും കടലിന് മുകളിലുള്ള സ്ഥിതി ചെയ്യുന്ന ഒരു ചക്രവാതത്തിൻ്റെ അല്ലെങ്കിൽ സൈക്ലോണിൻ്റെ ഇൻറ്റൻസിറ്റി നോക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് സാറ്റലൈറ്റ് ഇമേജാണ്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ആനിമേഷൻസ് ഉപയോഗിച്ചൊക്കെ ഒരു വെതർ സിസ്റ്റം ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റ്, ഡയറക്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇൻറ്റൻസിറ്റി മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ പാരാമീറ്റേഴ്സ്, നമ്മൾ അളക്കുന്ന പല പാരാമീറ്റേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ഒബ്സർവേഷൻസ് ഉണ്ട്, ഇതെല്ലാം നമ്മുടെ ഫോർകാസ്റ്റിങ്ങിലേക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഫോർകാസ്റ്റിംഗ് ന്യൂമറിക്കൽ വെതർ പ്രെഡിക്ഷൻ മോഡലിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പല രീതിയിലാണ്. അപ്പോൾ ചില പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര മഴ ഏകദേശം പെയ്യും ഒരു ക്ലൗഡ് ഉണ്ടെങ്കിൽ എന്നുള്ളത്, അതായത് എത്രമാത്രം അതിൽ വാട്ടർ കണ്ടന്റ് ഉണ്ട്, അല്ലെങ്കിൽ ആ ക്ലൗഡ് കൊണ്ട് എത്ര മഴ ഏകദേശം ഉണ്ടാവും, ഇങ്ങനത്തുള്ള പല ഇൻഡയറക്റ്റ് ഇൻഫർമേഷനും നമുക്കിതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാ കാലാവസ്ഥ പ്രവചനത്തിൻ്റെ എല്ലാ മേഖലയിലും സാറ്റലൈറ്റ്സ് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ സാറ്റലൈറ്റ് നിരീക്ഷിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള അന്തരീക്ഷത്തിൻ്റെ സ്ഥിതിയാണ്. അതുകൊണ്ട് തന്നെ ഫോർകാസ്റ്റിങ്ങിലേക്കുള്ള ഇൻപുട്ടായിട്ട് മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഫോർകാസ്റ്റ് മോഡൽ എത്രമാത്രം കേപ്പബിൾ ആണോ ഇതിന് ഈ ഡാറ്റയെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള, അതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ യൂട്ടിലൈസേഷനും വരുന്നത്. യെസ്, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കൃത്യമായ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ വളരെ നന്ദി ശ്രീമതി നീത ഗോപാൽ. ജനം ടി വിയോട് ഈ കാര്യങ്ങൾ വിശദീകരിച്ചതിന്.